മിഡിൽ ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ നിയമവശങ്ങൾ വിലയിരുത്താൻ ഉദ്യോഗസ്ഥതല യോഗം നാളെ മുതൽ. ഇരു രാജ്യങ്ങളുടെയും ഉദ്യോഗസ്ഥർ നിയമവശം പരിശോധിച്ച് അന്തിമ രൂപം നൽകും. കരാർ അടുത്ത മാസം ഒപ്പിട്ടേക്കും. ജമ്മുകശ്മീർ കിശ്ത്വാറിൽ ഓപ്പറേഷൻ ത്രാഷി തുടരുന്നു. 3 ജയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ ജയ്ഷെ മുഹമ്മദ് കമാൻഡറായ സൈഫുള്ളയും. രാജ്യത്ത് ഭീകരാക്രമണ പദ്ധതിയിട്ട 8 ഭീകരർ പിടിയിൽ. പിടിയിലായത് ISI ബന്ധമുള്ളവർ. തമിഴ്നാട്ടിൽ നിന്ന് പിടിയിലായ 6 പേർ തിരുപ്പൂരിലെ വസ്ത്രനിർമ്മാണശാലകളിൽ ജോലി ചെയ്തിരുന്ന ബംഗ്ലാദേശികൾ. 2 പേർ പിടിയിലായത് പശ്ചിമ ബംഗാളിൽ നിന്ന്. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യത്തിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ നിന്ന് MV ഗോവിന്ദൻ. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മന്ത്രിയെ രക്ഷപ്പെടുത്താനെന്ന് കോൺഗ്രസ്. തന്ത്രിയെ കേസിൽപ്പെടുത്തിയത് നട അടച്ചതിലുള്ള പകപോക്കലെന്നും MV ഗോവിന്ദന്റെ പരാമർശം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയെന്നും PS ശ്രീധരൻപിള്ള. തന്ത്രിക്ക് ജാമ്യം നൽകിയ കോടതി ഉത്തരവിൽ അസാധാരണത്വമുണ്ടെന്ന് മന്ത്രി P രാജീവ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനം. നേമത്ത് ചുവരെഴുതി BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പുതുയുഗയാത്രയ്ക്കിടെ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ്. സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാൻ നാളെ ഇടതുമുന്നണി യോഗം. TVK അധ്യക്ഷൻ വിജയ് ചെന്നൈയിലെ പെരുമ്പൂരിൽ നിന്ന് മത്സരിക്കും. പ്രമേയം പാസാക്കി TVK. അവയവദാനത്തിലൂടെ 4 പേർക്ക് ജീവൻ നൽകിയ ആലൻ ഷെറിൻ എബ്രഹാം മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആലിന്റെ മാതാപിതാക്കളുടെ തീരുമാനം വിശ്വമാനവികതയുടെ സന്ദേശമെന്ന് മോദി. കേരള കുംഭമേള സനാതനധർമ്മത്തിന്റെ സാക്ഷാത്കാരമെന്നും മോദി. AI സമ്മേളനത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം രാജ്യത്തിന് അപമാനമെന്ന് നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിലെ പ്രതിഷേധം മറക്കരുതെന്ന് കോൺഗ്രസ്. കുവൈറ്റിൽ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയ ആഭ്യന്തര മന്ത്രാലയം. താമസസ്ഥലം മാറുന്ന പ്രവാസികൾ നിശ്ചിത സമയത്തിനുള്ളിൽ വിലാസം പുതുക്കിയില്ലെങ്കിൽ വൻതുക പിഴ ഈടാക്കുമെന്ന് മുന്നറിയിപ്പ്. ഇഖാമ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യം വിടാത്തവർക്കെതിരെയും കർശന നടപടി. T20 ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി. ദക്ഷിണാഫ്രിക്കയുടെ ജയം 76 റൺസിന്. ISLലെ ആദ്യ ഹോം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയം. മുംബൈ സിറ്റിയുടെ ജയം എതിരില്ലാത്ത 1 ഗോളിന്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ നിയമവശങ്ങൾ വിലയിരുത്താനുള്ള ഉദ്യോഗസ്ഥതല യോഗം നാളെ ആരംഭിക്കും. വാഷിംഗ്ടണിൽ 3 ദിവസമാണ് യോഗം. ഇരു രാജ്യങ്ങളുടെയും ഉദ്യോഗസ്ഥർ കരാറിന്റെ നിയമവശങ്ങൾക്ക് അന്തിമ രൂപം നൽകും. വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ദർപ്പൺ ജെയിനാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. വ്യാപാര കരാർ മാർച്ചിൽ ഒപ്പുവയ്ക്കുമെന്നും ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അടുത്ത മാസം കരാർ ഒപ്പിട്ടേക്കും. കരാറിൽ ഒപ്പുവയ്ക്കാൻ US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീർ ഇന്ത്യയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയുമായുള്ള കരാറിന് പുറമെ ബ്രിട്ടൻ, ഒമാൻ എന്നീ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകളും ഏപ്രിലിൽ തന്നെ നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ജൂലൈ 24-നാണ് UK-യുമായുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഒപ്പുവച്ചത്. ഡിസംബർ 18-ന് ഒമാനുമായുള്ള സാമ്പത്തിക പങ്കാളിത്ത കരാറും ഒപ്പിട്ടു. ന്യൂസിലൻഡുമായുള്ള കരാർ സെപ്റ്റംബറോടെ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള വ്യാപാര കരാർ സംബന്ധിച്ച ആദ്യ റൗണ്ട് ചർച്ചകൾ നാളെ മുതൽ ഡൽഹിയിൽ നടക്കും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ജമ്മുകശ്മീർ കിശ്ത്വാറിൽ 3 ജയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ ജയ്ഷെ മുഹമ്മദ് കമാൻഡറായ സൈഫുള്ളയും ഉൾപ്പെടുന്നു. പ്രദേശത്ത് ഓപ്പറേഷൻ ത്രാഷി തുടരുന്നു. കിശ്ത്വാറിലെ ചത്രൂ മേഖലയിലുള്ള വനപ്രദേശത്താണ് ഏറ്റുമുട്ടൽ നടന്നത്. രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നും ലഭിച്ച കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യം, ജമ്മു കാശ്മീർ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ്, CRPF എന്നിവർ സംയുക്തമായിട്ടാണ് ഓപ്പറേഷൻ ത്രാഷി നടപ്പിലാക്കുന്നത്. ഭീകരരിൽ നിന്നും AK-47 റൈഫിളുകൾ ഉൾപ്പെടെയുള്ള വൻ ആയുധശേഖരം കണ്ടെടുത്തു. കുന്നിൻ താഴ്വരയിലെ ഒരു മൺവീടിനുള്ളിൽ ഒളിച്ചിരുന്ന ഭീകരർ സൈന്യത്തിനു നേരെ വെടിയുതിർത്തതോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജമ്മു മേഖലയിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാണ്. മേഖലയിൽ കൂടുതൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നുമുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ജമ്മു മേഖലയിൽ ഭീകരപ്രവർത്തനങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ സുരക്ഷാസേന അതീവ ജാഗ്രതയിലായിരുന്നു. 2 മാസത്തിനിടെ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ പ്രദേശത്ത് 6ഓളം ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. കഴിഞ്ഞ മാസവും ചത്രൂ വനമേഖലയിൽ 1/2 ഡസനോളം വെടിവയ്പ്പുകൾ നടന്നിരുന്നു.
അന്ന് നടന്ന ഏറ്റുമുട്ടലിൽ ഒരു ഇന്ത്യൻ സൈനികനും ഒരു ഭീകരനും കൊല്ലപ്പെട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഈ മേഖലയിൽ ഭീകരർ വീണ്ടും തമ്പടിക്കാൻ ശ്രമിക്കുന്നത്. അതിർത്തി കടന്നെത്തിയ ഭീകരർക്ക് പ്രാദേശികമായി സഹായം ലഭിക്കുന്നുണ്ടോ എന്ന കാര്യവും സൈന്യം പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. രാജ്യത്ത് ഭീകരാക്രമണ പദ്ധതി തകർത്ത ഡൽഹി പോലീസ്. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലുമായി നടത്തിയ രഹസ്യ നീക്കത്തിൽ ISI ബന്ധമുള്ള 8 ഭീകരർ അറസ്റ്റിലായി. തമിഴ്നാട്ടിലെ തിരുപ്പൂർ വസ്ത്രനിർമ്മാണശാലയിലെ തൊഴിലാളികൾ എന്ന വ്യാജേന ഒളിച്ചു താമസിക്കുകയായിരുന്നു 6 പേർ. ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഭീകരാക്രമണ സാധ്യതയെന്ന് രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ടിന് പിന്നാലെയാണ് രാജ്യത്തെങ്ങും നിരീക്ഷണം ശക്തമാക്കിയത്. ഡൽഹി മെട്രോ സ്റ്റേഷൻ മേഖലയിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് രാജ്യത്തെ ഞെട്ടിച്ച ഭീകര ശൃംഖലയെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്നത്. കശ്മീരിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു പോസ്റ്ററുകൾ. തുടർന്ന് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തിയ തിരച്ചിലിലാണ് ഭീകരർ അറസ്റ്റിലായത്. 6 പേർ തമിഴ്നാട്ടിൽ നിന്നും 2 പേർ ബംഗാളിൽ നിന്നുമാണ് പിടിയിലായത്. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലെ വസ്ത്രനിർമ്മാണശാലകളിൽ സാധാരണ തൊഴിലാളികളെന്ന വ്യാജേന ഒളിച്ചു താമസിക്കുകയായിരുന്നു 6 പേർ. ഇവരിൽ പലരും ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് പോലീസ് കണ്ടെത്തി. വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ച ഇവർ തമിഴ്നാട്ടിൽ സുരക്ഷിത താവളമൊരുക്കിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ നിന്ന് 16 സിം കാർഡുകളും 8 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. വിദേശ ഹാൻഡ്ലർമാരുടെ നിർദ്ദേശപ്രകാരം രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതിയെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു. നുഴഞ്ഞുകയറ്റക്കാർക്ക് വ്യാജരേഖകൾ ചമയ്ക്കാൻ പ്രാദേശിക തലത്തിൽ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റും ജാമ്യവും ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ മറ്റൊരു രാഷ്ട്രീയ വിവാദമായി ചൂടുപിടിക്കുകയാണ്. മന്ത്രി ഉൾപ്പെടെയുള്ള CPM പ്രമുഖരെ രക്ഷിക്കാൻ തന്ത്രിയെ കുടുക്കിയെന്ന ആരോപണം സർക്കാരിനെതിരെ പ്രചാരണ ആയുധമാക്കുകയാണ് കോൺഗ്രസും BJPയും. അതേസമയം തന്ത്രിയെ തള്ളിപ്പറയുന്ന CPM SIT അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു. തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തപ്പോൾ കാണാത്ത പുകിലാണ് ജാമ്യം കിട്ടിയപ്പോൾ ഉണ്ടാകുന്നത്. A. പത്മകുമാർ ചൂണ്ടിക്കാട്ടിയ ദൈവതുല്യൻ തന്ത്രിയാണെന്നുറപ്പിച്ച് നിശബ്ദത പാലിച്ചിരുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ പക്ഷേ കൊല്ലം വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ വന്നപ്പോൾ തന്ത്രിക്ക് വേണ്ടി കളത്തിലിറങ്ങി. ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നുവെന്നും എല്ലാം തന്ത്രിയുടെ അറിവോടെയാണെന്നുമുള്ള SIT കണ്ടെത്തൽ കോടതി തള്ളിയതോടെയാണ് തന്ത്രി വിഷയത്തിൽ രാഷ്ട്രീയ പോര് മുറുകിയത്. മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ അറസ്റ്റ് ചെയ്തുവെന്നും പകപോക്കലാണെന്നുമുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ കടുപ്പിക്കുന്നു. അവിടുത്തെ മുഖ്യതന്ത്രി രാജീവരെ അറസ്റ്റ് ചെയ്ത സംഭവം സത്യത്തിൽ ഇന്ന് അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ മുഴുവൻ തകർക്കുന്ന രീതിയിലായിരിക്കുകയാണ്. മതിയായ തെളിവുകളില്ലാതെ അദ്ദേഹത്തെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് തടങ്കിലാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ തന്ത്രിയെ അകത്താക്കിയത് എന്ന് ഞങ്ങളും പറഞ്ഞിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ മുതിരാതെ പ്രത്യേക അന്വേഷണ സംഘം ഒരു തെളിവുമില്ലാതെ ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിൽ കിടത്തുകയും ചെയ്ത സംഭവം തികച്ചും സംശയാസ്പദമാണ്. തന്ത്രിയെ കേസിൽപ്പെടുത്തിയത് നട അടച്ചതിലുള്ള പകപോക്കലെന്നാണ് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള ആരോപിക്കുന്നത്. തന്ത്രി അന്നെടുത്ത ഒരു നിലപാട് കൊണ്ടാണ് ഗവൺമെന്റിന്റെ വലിയൊരു ഗൂഢശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിച്ചത്. അതേസമയം SIT അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് വാദിക്കുന്ന CPM തന്ത്രിയെ തള്ളിപ്പറയുകയാണ്. തന്ത്രി പെരുങ്കള്ളന്മാരുടെ ഗണത്തിൽപ്പെട്ടയാളാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മൂർച്ചയേറിയ പ്രചാരണ വിഷയമായി ശബരിമല മാറുമ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് മറ്റൊരു വൈകാരിക വിഷയമായി ഉയർത്തുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്ക് ജാമ്യം നൽകിയ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ അസാധാരണത്വമുണ്ടെന്ന് മന്ത്രി P. രാജീവ്. സുപ്രീം കോടതി വിധി പോലെയായിരുന്നു ഉത്തരവിന്റെ സ്വഭാവം. ഹൈക്കോടതിയാണ് SIT അന്വേഷണത്തിന് മേൽനോട്ടം നൽകുന്നത്. അതിൽ സർക്കാർ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലെന്നും P. രാജീവ് പറഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് മോണിറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നയാൾ കുറ്റക്കാരനാണെന്നോ ഇന്നയാൾ കുറ്റക്കാരനല്ലെന്നോ അത് സംബന്ധിച്ച് ഗവൺമെൻറ് ഒരു അഭിപ്രായവും പറയേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ വിജിലൻസ് കോടതി സുപ്രീം കോടതിയുടെ രീതിയിലേക്ക് മാറിയോ എന്നൊരു സംശയം ഇത് വായിക്കുമ്പോൾ സാധാരണ നിയമത്തെക്കുറിച്ച് പ്രാഥമിക ധാരണയുള്ള ആളുകൾക്ക് തോന്നിയെന്ന് വരാം.
പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദറിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് അന്വേഷണ റിപ്പോർട്ട്. സിസേറിയൻ ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായി എന്നാണ് കണ്ടെത്തൽ. നേരത്തെ തീരുമാനമെടുക്കാമായിരുന്നുവെന്നും അന്വേഷണ സമിതി കണ്ടെത്തി. അതേസമയം ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കി KGMOയെ. മറ്റന്നാൾ തിരുവനന്തപുരം ജില്ലയിൽ OP ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും. ആറ്റുകാൽ ഡ്യൂട്ടിയും ബഹിഷ്കരിക്കുമെന്ന് സംഘടന അറിയിച്ചു. ചൊവ്വാഴ്ചയാണ് പാലോട് സ്വദേശി നിരഞ്ജന കൃഷ്ണന്റെ കുഞ്ഞ് പ്രസവത്തിനിടെ മരിച്ചത്. ചികിത്സാ പിഴവാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ പരാതിക്കും പ്രതിഷേധത്തിനും ഒടുവിലാണ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തത്. ഡോക്ടർ 10,000 രൂപ കൈക്കൂലി വാങ്ങിയെന്ന് കുഞ്ഞിന്റെ പിതാവ് മൊഴി നൽകുകയും ചെയ്തിരുന്നു. ആശുപത്രി സൂപ്രണ്ടിനെയും ജില്ലാ മെഡിക്കൽ ഓഫീസറെയും ഉപരോധിക്കുന്നതടക്കമുള്ള പ്രതിഷേധം ഒടുവിൽ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. സംഘർഷത്തെ തുടർന്ന് DMOയ്ക്ക് പരിക്കേൽക്കുകയും ICUവിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തപ്പോൾ പ്രതിഷേധവുമായി KGMOയെയും രംഗത്ത് വന്നിരുന്നു. അന്വേഷണത്തിന് മുൻപ് തന്നെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതിലും സംഘടന പ്രതിഷേധിച്ചു. ഏറെ വിവാദമുണ്ടാക്കിയ സംഭവത്തിലാണ് ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച എന്ന അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സിസേറിയൻ ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായി എന്നാണ് കണ്ടെത്തൽ. നേരത്തെ തീരുമാനം എടുക്കാമായിരുന്നുവെന്നും അന്വേഷണ സമിതി കണ്ടെത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3-അംഗ സംഘമാണ് വിശദമായി അന്വേഷണം നടത്തിയത്. ഗർഭസ്ഥ ശിശുവിന് വളർച്ചക്കുറവായിരുന്നു എന്ന കാര്യം റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടുന്നുവെങ്കിലും അതീവ ജാഗ്രതയോടെ നേരത്തെ തന്നെ ശസ്ത്രക്രിയ നടത്താമായിരുന്നിട്ടും അതിനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ഡോക്ടറുടെ സസ്പെൻഷൻ നടപടിയിൽ KGMOയെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. മറ്റന്നാൾ തിരുവനന്തപുരം ജില്ലാ കേന്ദ്രങ്ങളിൽ OP ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും. ആറ്റുകാൽ ഡ്യൂട്ടി ഉൾപ്പെടെ ബഹിഷ്കരിക്കുമെന്ന് KGMOയെ അറിയിച്ചു. അതേസമയം നെടുമങ്ങാട് ആശുപത്രിയിൽ OP ബഹിഷ്കരണം ഇന്നലെ മുതൽ തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡോക്ടർമാരുടെ സമരത്തിൽ സർക്കാർ നിലപാട് കടുപ്പിക്കുന്നു. സമരത്തിൽ നിന്ന് പിന്മാറിയാൽ ചർച്ചയാകാമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഡോക്ടർമാരുടെ സംഘടനയും വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ഡോക്ടർമാരുടെ സമരം 6-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഡോക്ടർമാരും സർക്കാരും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ചർച്ചയെ തുടർന്ന് PG ഡോക്ടർമാർ സമരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും സീനിയർ ഡോക്ടർമാർ സമരം തുടരുകയാണ്. ഡയസ്നോൺ കർശനമാക്കിയും സമരത്തിൽ പങ്കെടുക്കുന്ന ഡോക്ടർമാരുടെ വിശദാംശങ്ങൾ ശേഖരിച്ചും ആരോഗ്യവകുപ്പ് നടപടികൾ ശക്തമാക്കുകയാണ്. രോഗികളെ ദുരിതത്തിലാക്കുന്ന സമരത്തിൽ നിന്ന് ഡോക്ടർമാർ പിന്മാറണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സമരം നിർത്തുകയാണെങ്കിൽ ചർച്ചയാകാമെന്ന നിലപാടിലാണ് ആരോഗ്യവകുപ്പ്. എന്നാൽ ഡോക്ടർമാരാകട്ടെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാട്ടം നടത്തിയിട്ടും സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നുവെന്നാണ് ആരോപിക്കുന്നത്. KGM-CTA-യുമായി പല ഘട്ടങ്ങളിലായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും പരിഹാരം കാണാൻ സർക്കാർ തയ്യാറായില്ല എന്നാണ് സംഘടനാ ഭാരവാഹികളുടെ ആക്ഷേപം. ശമ്പളക്കുടിശ്ശിക നൽകുന്നതിന് നിയമതടസ്സം ഇല്ലെന്ന് നിയമോപദേശം ലഭിച്ചിട്ടും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാർ കൂട്ടാക്കുന്നില്ലെന്നും KGM-CTA കുറ്റപ്പെടുത്തുന്നു. അതേസമയം സർക്കാർ ഡോക്ടർമാരും നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ വലയുന്നത് സാധാരണക്കാരായ രോഗികളാണ്. പല ആശുപത്രികളിലും അടിയന്തര ശസ്ത്രക്രിയകൾ ഒഴികെ മറ്റൊന്നും നടക്കുന്നില്ല. സമരം അനന്തമായി നീളുകയാണെങ്കിൽ സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ സംവിധാനം നിശ്ചലമാകുന്ന അവസ്ഥയിലേക്കാവും കാര്യങ്ങൾ എത്തുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ J. ഷാഹിദയെയും ഹെഡ് നഴ്സ് PS. ധന്യയെയും കേസിൽ പ്രതി ചേർക്കും. ഉഷയുടെ ചികിത്സാ രേഖകളും അന്വേഷണ സംഘം പരിശോധിച്ചു. അന്വേഷണത്തിന് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ DMOയ്ക്ക് കത്ത് നൽകുവാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം. അന്വേഷണത്തിന്റെ ഭാഗമായി ഉഷ ജോസഫിന്റെ ചികിത്സാ രേഖകൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്നും ശസ്ത്രക്രിയ നടത്തിയ സംഘത്തിലുണ്ടായിരുന്നത് 9 പേരാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ J. ഷാഹിദയെയും ഹെഡ് നഴ്സ് PS. ധന്യയെയും കേസിൽ പ്രതി ചേർക്കും. അതേസമയം അന്വേഷണ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിന് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ പോലീസ് DMOയ്ക്ക് അപേക്ഷ നൽകും. ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത 7 സെന്റിമീറ്റർ നീളമുള്ള കത്രിക ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കത്രികയുടെ കാലപ്പഴക്കം കണ്ടെത്തുക കേസിൽ നിർണായകമാണ്. നേരത്തെ വകുപ്പ് മേധാവി ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരുന്നത്. ഈ ശസ്ത്രക്രിയയിൽ ഡോക്ടർ ലളിതാംബിക നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പും ആശുപത്രി അധികൃതരും തുടക്കം മുതൽ നൽകുന്ന വിശദീകരണം. ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ, അന്നത്തെ ആശുപത്രി സൂപ്രണ്ട്, പ്രിൻസിപ്പൽ എന്നിവരെ ഒന്നും പ്രതി ചേർക്കാതെ വകുപ്പ് മേധാവിയെ മാത്രം പ്രതിയാക്കിയത് വിചിത്രമായ നടപടിയാണെന്ന് വിമർശനം ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് കേസിൽ കൂടുതൽ പേരെ പോലീസ് പ്രതി ചേർത്തത്. അതേസമയം ഉഷയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. ഉഷ അമൃത ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് BJP. നിയമമണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പ്രചാരണത്തിന് തുടക്കമിട്ടത്. ചുവരിൽ സ്വയം നമുക്ക് വേണം വികസിത നിയമം എന്നെഴുതിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുന്നതിന് മുൻപ് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് BJP. പ്രവർത്തകർക്കും ആവേശമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ചുവരെഴുതിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചു. നമുക്ക് വേണം വികസിത നിയമം എന്ന ചുവരിലെഴുതി അദ്ദേഹം പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടു. എന്നാൽ സ്ഥാനാർത്ഥിയുടെ പേര് എഴുതിയിട്ടില്ല. നിയമത്തിന്റെ മാറ്റത്തിന്റെ തുടക്കമാണിതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിയമത്ത് മത്സരിക്കാനാണ് ആഗ്രഹം. പാർട്ടി ദേശീയ ഘടകം അത് തീരുമാനിക്കട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ നിലപാട് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് BJP തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നത്. മറ്റു 3 മുന്നണികൾക്ക് ഒരു മുഴം മുമ്പേ തന്നെ NDA തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകൾ LDF സംസ്ഥാന കമ്മിറ്റി ചേർന്ന് തീരുമാനിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. എല്ലാ മേഖലയിലും പുതുതലമുറ വരണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. NCPയിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകാൻ ആര് മാറി നിൽക്കണമെന്നത് ചർച്ചയിലൂടെ തീരുമാനിക്കുമെന്നും മന്ത്രി കാസർഗോഡ് പറഞ്ഞു. ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷം എന്നിങ്ങനെ വേർതിരിവ് ആവശ്യമില്ലെന്നും വനമന്ത്രി വ്യക്തമാക്കി. സീറ്റ് വിഭജന ചർച്ചകൾ 23-ാം തീയതി ചേരുന്ന LDFിൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ് അതിൻ്റെ ടൈം ടേബിൾ നിശ്ചയിക്കുക. അതിനനുസരിച്ചായിരിക്കും NCPയും പാർട്ടി കമ്മിറ്റികൾ യോഗം ചേർന്നു. നമുക്ക് വിഭജിക്കാനില്ലല്ലോ. TVK അധ്യക്ഷൻ വിജയ് വടക്കൻ ചെന്നൈയിലെ പെരമ്പൂരിൽ നിന്ന് മത്സരിക്കും. ചെന്നൈയിൽ നടന്ന TVK ഭാരവാഹികളുടെ യോഗത്തിലാണ് തീരുമാനം. വേളച്ചേരിയോ തൃച്ചി ഈസ്റ്റോ വിജയ് തിരഞ്ഞെടുക്കുമെന്നായിരുന്നു നേരത്തെയുള്ള സൂചനകൾ. 2021-ൽ 54,976 വോട്ടിന് DMK ജയിച്ച മണ്ഡലമാണ് പെരമ്പൂർ. തമിഴക വെട്ടിക്കഴകം പാർട്ടിയുടെ നിർണായക യോഗത്തിലാണ് വിജയ് ചെന്നൈയിലെ പെരമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ചെന്നൈയിലെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് സാധാരണക്കാരും തൊഴിലാളികളും ഏറെയുള്ള പ്രദേശമാണ് ഇവിടം. വിജയുടെ സിനിമകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്ന സ്ഥലം കൂടിയാണ് ഇത്. സാധാരണക്കാരെയും യുവാക്കളെയും ലക്ഷ്യം വെച്ചുള്ള തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ഡലം പെരമ്പൂർ ആണെന്ന് പാർട്ടി നേതൃത്വം കരുതുന്നു. പെരമ്പൂരിൽ നിന്നും വിജയ് മത്സരിക്കുന്നത് വഴി ചെന്നൈയിലെ മറ്റു മണ്ഡലങ്ങളിലേക്കും വലിയ സ്വാധീനം ചെലുത്താൻ പാർട്ടിക്ക് സാധിക്കുമെന്ന് കണക്കുകൂട്ടുന്നു. യുവാക്കൾക്കും സാധാരണക്കാർക്കും മുൻഗണന നൽകുന്ന രീതിയിലുള്ള പ്രകടന പത്രികയും പ്രചാരണ പരിപാടികളുമാണ് TVK ആസൂത്രണം ചെയ്യുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തന്റെ രാഷ്ട്രീയ നിലപാടുകളും വികസന കാഴ്ചപ്പാടുകളും വിജയ് നേരിട്ട് ജനങ്ങളുമായി പങ്കുവയ്ക്കും. അതിനിടെ പെരമ്പൂരിൽ വിജയ്ക്കെതിരെ കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്താൻ മുന്നണികൾ ആലോചന തുടങ്ങിക്കഴിഞ്ഞു. MGRനും ജയലളിതയ്ക്കും ശേഷം സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലെത്തി അധികാരം പിടിച്ചെടുക്കാൻ മറ്റൊരു താരം കൂടി തയ്യാറെടുക്കുമ്പോൾ തമിഴ് രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിനാകും പെരമ്പൂർ സാക്ഷ്യം വഹിക്കുക. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കുവൈറ്റിൽ ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കി. താമസ സ്ഥലം മാറുന്ന പ്രവാസികൾ നിശ്ചിത സമയത്തിനുള്ളിൽ വിലാസം പുതുക്കിയില്ലെങ്കിൽ വൻതുക പിഴ ഈടാക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. താമസ സ്ഥലം മാറിയാൽ 30 ദിവസത്തിനുള്ളിൽ പുതിയ വിലാസം സിവിൽ IDയിൽ രേഖപ്പെടുത്തണം. ഇതിൽ വീഴ്ച വരുത്തുന്നവരിൽ നിന്ന് 100 കുവൈറ്റ് ദിനാർ പിഴ ഈടാക്കുമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു. അനധികൃതമായി താമസിക്കുന്നവരെയും നിയമലംഘകരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഇഖാമ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യം വിടാത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ജിദ്ദ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. OICC ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആഷിഫ് TMS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ പുതിയ സാഹചര്യത്തിൽ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ഇത്രയും സ്വീകാര്യത ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. UM ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളെയും സംസ്ഥാനത്തിന്റെ നിലവിലെ സാഹചര്യങ്ങളെയും കുറിച്ച് പങ്കെടുത്തവർ ആശയവിനിമയം നടത്തി. സൽമാൻ ചോക്കോട്, ഉസ്മാൻ പോത്തുകല്ല, സക്കീർ ഹുസൈൻ വെട്ടത്തൂർ എന്നിവർ സംസാരിച്ചു. EP മുഹമ്മദ് അലി, ഫൈസൽ മക്കരപ്പറമ്പ എന്നിവർ നേതൃത്വം നൽകി. ജിദ്ദ എടവണ്ണ മഹല്ല് കമ്മിറ്റി ഫാമിലി ഇഫ്താർ സംഘടിപ്പിച്ചു. ജിദ്ദ ദേപുട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 100 കണക്കിന് കുടുംബങ്ങൾ പങ്കെടുത്തു. ഇസുദ്ദീൻ സ്വലാഹി റംസാൻ സന്ദേശം നൽകി. പരിശുദ്ധ റംസാൻ മാസത്തിന് സാക്ഷികളാകാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണെന്നും ആരാധനാ കർമ്മങ്ങൾക്കും ദാനധർമ്മങ്ങൾക്കുമായി ഈ പുണ്യ സമയം ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രസിഡന്റ് സാക്കിർ ഹുസൈൻ മദാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷിജു എരഞ്ഞിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. കരീം സുല്ലമി,
ഫൈസൽ PC, സുഫയാൻ മീംബാറ്റ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഇഖ്ബാൽ മാസ്റ്റർ, ജമാൽ PC എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സദാസ് സാജിദ് ഖിറാത്ത് നടത്തി. പ്രവാസ മണ്ണിൽ സ്നേഹവും സൗഹൃദവും പുതുക്കുന്ന വേദിയായി ഈ ഇഫ്താർ സംഗമം മാറി. കുവൈറ്റിൽ 210 കിലോമീറ്റർ വേഗതയിൽ വാഹനമോടിച്ച സ്വദേശിയെ സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തു. കിങ് ഫഹദ് റോഡിലാണ് ഇയാൾ തനിക്കും റോഡിലെ മറ്റു യാത്രക്കാരുടെയും ജീവൻ അപകടപ്പെടുത്തുന്ന തരത്തിൽ വാഹനമോടിച്ചത്. റോഡിൽ സ്ഥാപിച്ച AI ക്യാമറ വഴിയാണ് നിയമലംഘനം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നിയമലംഘകനെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചതായും ഇയാളുടെ വാഹനം കസ്റ്റഡിയിലെടുത്തതായും സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട 232 വെബ്സൈറ്റുകൾ കഴിഞ്ഞ വർഷം അവസാന പാദത്തിൽ പൂട്ടിയതായി ദുബായ് പോലീസ്. അന്താരാഷ്ട്ര ഏജൻസികളുമായി ചേർന്ന് 24 കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുകയും 121 നിർണായക വിവരങ്ങൾ വിവിധ നിയമനിർവഹണ ഏജൻസികൾക്ക് നൽകുകയും ചെയ്തുവെന്ന് ദുബായ് പോലീസിന് കീഴിലുള്ള ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആന്റി നർക്കോട്ടിക്സ് അറിയിച്ചു. ദുബായ് പോലീസിന് കീഴിലുള്ള മയക്കുമരുന്ന് പ്രതിരോധ ബോധവൽക്കരണ പരിപാടികൾ ഏകോപിപ്പിക്കുന്ന ഹെമായ സെന്റർ കഴിഞ്ഞ വർഷം അവസാന പാദത്തിൽ 76,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള 238 ബോധവൽക്കരണ പരിപാടികളും നടത്തി. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നടത്തിയ അവബോധ ക്യാമ്പയിൻ വഴി 4 ദശലക്ഷത്തിലേറെ പേരിൽ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ സംബന്ധിച്ച സന്ദേശങ്ങൾ എത്തിച്ചുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. UAE ഡിജിറ്റൽ സേവന മേഖലയെയും സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ട സൈബർ ആക്രമണം തടഞ്ഞുവെന്ന് UAE സൈബർ സെക്യൂരിറ്റി കൗൺസിൽ അറിയിച്ചു. ഭീകര സ്വഭാവമുള്ള സംഘടനകൾ നടത്തിയ ആക്രമണ ശ്രമമാണ് വിജയകരമായി പ്രതിരോധിച്ചത്. നെറ്റ്വർക്കുകളിൽ നുഴഞ്ഞുകയറുവാനും വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുവാനും ശ്രമം നടന്നു. റാൻസം വെയർ, ആസൂത്രിത ഫിഷിംഗ് ക്യാമ്പയിനുകൾ എന്നിവയാണ് നടന്നത്. ആധുനിക AI ടൂളുകൾ ഉപയോഗിച്ച് വികസിപ്പിച്ച സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചായിരുന്നു അക്രമശ്രമമെന്നും സൈബർ സെക്യൂരിറ്റി കൗൺസിൽ വ്യക്തമാക്കി. പൊതുജനങ്ങളുടെയും ഡാറ്റകളുടെയും സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും സൈബർ സെക്യൂരിറ്റി കൗൺസിൽ അറിയിച്ചു. മുഴുവൻ സമയവും സജ്ജമായ സൈബർ സെക്യൂരിറ്റി സംവിധാനം UAEക്കുണ്ടെന്നും സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഔദ്യോഗിക ചാനലുകൾ വഴി അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. സൗദി അറേബ്യയുടെ സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി റിയാദിൽ വേറിട്ട ജീവകാരുണ്യ പ്രവർത്തനവുമായി ഗൾഫ് മലയാളി ഫെഡറേഷൻ. ഫെബ്രുവരി 22-ന് റിയാദിലെ ഉള്ള ഏരിയയിൽ നടന്ന ചടങ്ങിൽ അർഹരായ തൊഴിലാളികൾക്ക് റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു. സ്വദേശി വിദേശി ഭേദമില്ലാതെ സകല മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന സൗദി അറേബ്യയോടുള്ള ഇന്ത്യക്കാരുടെ ഐക്യദാർഢ്യമാണ് ഈ പരിപാടിയെന്ന് ചെയർമാൻ റാഫി പാങ്ങോട് വ്യക്തമാക്കി. ചടങ്ങിൽ ഭാരവാഹികളായ ഷാജി മഠത്തിൽ, കമർ ബാനു, വലിയത്ത്, അബ്ദുൽ അസീസ് പവിത്ര എന്നിവർ സംസാരിച്ചു. ഹരികൃഷ്ണൻ കണ്ണൂർ, മുസ്തഫ കുമരനെല്ലൂർ, അഫ്സൽ കണ്ണൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സഹജീവി സ്നേഹത്തിന്റെ സന്ദേശമുയർത്തിയ ചടങ്ങ് പ്രവാസികൾക്കിടയിൽ വലിയ ശ്രദ്ധയാകർഷിച്ചു. 11 പുതിയ സർവീസുകൾ പ്രഖ്യാപിച്ച കുവൈറ്റ് എയർവേസ്. അന്താരാഷ്ട്ര സർവീസുകൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സർവീസുകൾ. 2026 വേനൽക്കാല സീസണിലേക്ക് ജൂൺ 2-ാം വാരം മുതൽ ഘട്ടം ഘട്ടമായാണ് പുതിയ സർവീസുകൾ ആരംഭിക്കുക. യൂറോപ്പിലെയും മധ്യേഷ്യയിലെയും പ്രമുഖ നഗരങ്ങളെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ വിപുലീകരണം. ജിദ്ദ കൊണ്ടോട്ടി സെന്റർ ജിദ്ദ സീസൺ ഓഡിറ്റോറിയത്തിൽ വെച്ച ഇഫ്താർ സംഗമം സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ ജിദ്ദയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ സംബന്ധിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് മൊയ്തീൻ കോയ കടവണ്ടി അധ്യക്ഷത വഹിച്ചു. കബീർ കൊണ്ടോട്ടി റമളാൻ സന്ദേശം നൽകി. റമദാന്റെ പവിത്ര ചൈതന്യം ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കാത്തുസൂക്ഷിക്കുക എന്ന് കബീർ പറഞ്ഞു. സലീം മധുവായി സംഘടനാ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തി. VP മുസ്തഫ, വഹീദ് സമാൻ, AT ബാവ തങ്ങൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സ്വദേശികളുടെയും താമസക്കാരുടെയും ആരോഗ്യകരമായ ജീവിതം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ അബുദാബി സർക്കാർ ആരോഗ്യകരമായ ജീവിത നയം എന്ന പേരിൽ പദ്ധതി നടപ്പാക്കാനൊരുങ്ങുന്നു. അബുദാബി കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പദ്ധതിക്ക് അംഗീകാരം നൽകി. പോഷക സമൃദ്ധമായ ആഹാരം, ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവ ജീവിതത്തിന്റെ ശീലമാക്കുക എന്ന സന്ദേശമാണ് പദ്ധതിയിലൂടെ നൽകുന്നത്. സർക്കാർ സ്വകാര്യ പങ്കാളികളുമായി ചേർന്നാണ് ഹെൽത്തി ലിവിംഗ് സ്ട്രാറ്റജി നടപ്പാക്കുക. പകർച്ചവ്യാധികളില്ലാത്ത രോഗങ്ങളായ അമിതവണ്ണം, പ്രമേഹം, ഹൃദ്രോഗം, അർബുദം തുടങ്ങിയവ വർദ്ധിക്കുന്നത് തടയാനുള്ള ശ്രമങ്ങളും പദ്ധതിയുടെ ഭാഗമായി നടത്തും. ഷെയ്ഖ് സ്വാലിഹ് ബിൻ അവാദ് അൽമാ ഖാംസിയ മസ്ജിദുന്നബവി ഇമാമും ഖത്തീബുമായി നിയമിച്ച സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഉത്തരവിറക്കി. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ കഴിഞ്ഞ ദിവസം മസ്ജിദുന്നബവിയുമായി നടത്തിയ സന്ദർശനത്തിനിടെയാണ് ഷെയ്ഖ് സ്വാലിഹ്
അൽമ ഖാംസി കിരീടാവകാശിയെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ മസ്ജിദുൻ നബവി ഇമാമും ഖത്തീബുമായി നിയമിച്ചുകൊണ്ടുള്ള രാജകീയ ഉത്തരവ് പുറത്തുവന്നത്. ആലിൻ ഷെറിന്റെ പേര് രാജ്യം എന്നും ഓർക്കും. മൻ കി ബാത്തിൽ പ്രകീർത്തിച്ച് മോദി. അവയവദാനത്തിലൂടെ 4 പേർക്ക് ജീവൻ നൽകിയ ആലിനെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആലിന്റെ മാതാപിതാക്കൾ എടുത്ത തീരുമാനം വിശ്വമാനവികതയുടെ സന്ദേശമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തിരുനാവായയിൽ നടന്ന കേരള കുംഭമേളയെയും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രകീർത്തിച്ചു. അവയവദാനത്തിലൂടെ 4 പേർക്ക് ജീവൻ നൽകിയ ആലിൻ ഏറെക്കാലം ജീവിച്ചിരിക്കേണ്ട കുഞ്ഞായിരുന്നുവെന്നും നിരവധി സ്വപ്നങ്ങൾ ബാക്കിവെച്ചാണ് ആലിൻ പോയതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് രക്ഷിതാക്കൾക്ക് തീരാവേദനയാണ്. ആ വേദനയ്ക്കിടയിലും കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള രക്ഷിതാക്കളുടെ വലിയ തീരുമാനത്തെയും മോദി പ്രകീർത്തിച്ചു. മഹനീയമായ ചിന്തയുടെയും ഉറച്ച വ്യക്തിത്വത്തിന്റെയും പ്രതീകമാണ് അവരുടെ തീരുമാനത്തിൽ പ്രതിഫലിച്ചത്. സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനാണ് ആ രക്ഷിതാക്കൾ മുന്നോട്ട് വന്നത്. ആ രക്ഷിതാക്കളെ ആദരവോടെ നമിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അവയവദാനത്തിൽ ഇന്ത്യ മുന്നിലാണെന്നും മോദി ചൂണ്ടിക്കാട്ടി. അവയവദാനം മഹത്കൃത്യമാണ്. അവയവദാനത്തെ എന്നും പ്രോത്സാഹിപ്പിക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു. केरला की एक नन्ही मासूम आलिन शेरिन अब्राहम को खो दिया है. महज 10 महीनों में वो इस दुनिया से चली गई. कल्पना कीजिए, उसके सामने पूरी जिंदगी थी जो अचानक खत्म हो गई. തിരുനാവായിൽ നടന്ന കേരള കുംഭമേളയെയും പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. കുംഭമേള സനാതനധർമ്മത്തിന്റെ സാക്ഷാത്കാരമാണെന്നാണ് മോദി പറഞ്ഞത്. കുംഭമേളയുടെ കീർത്തി ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്കും എത്തുന്നു. തിരുനാവായയിലെ കുംഭമേളയിൽ നിരവധി പേർ പങ്കാളികളായത് അവിസ്മരണീയ മുഹൂർത്തമായി മാറി. എല്ലാ അർത്ഥത്തിലും വികാരം ഉൾക്കൊണ്ടുള്ള ആചാരത്തിന് ഭാരതപ്പുഴ സാക്ഷിയായി. നല്ല സംഘാടനമായിരുന്നു കുംഭമേളയുടേതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. AI സമ്മേളനത്തിനിടെയുണ്ടായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉച്ചകോടി അലങ്കോലമാക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്നും വൃത്തികെട്ട രാഷ്ട്രീയമാണ് കോൺഗ്രസ് നടത്തിയതെന്നും മോദി പറഞ്ഞു. ലോക നേതാക്കൾക്ക് മുൻപിൽ ഷർട്ടൂരിക്കൊണ്ട് ഇന്ത്യയെ കോൺഗ്രസ് നാണം കെടുത്തി. ലോകം അംഗീകരിച്ച പരിപാടിയെ കോൺഗ്രസ് ഇകഴ്ത്തിയെന്നും മോദി വിമർശിച്ചു. ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് രാജ്യത്തിന്റെ വിജയം അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിലുള്ള അമൃതശ്രീ സ്വാശ്രയ സംഘങ്ങളിലെ വനിതകൾക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ 4 ഇടങ്ങളിലായാണ് വസ്ത്രവിതരണം സംഘടിപ്പിച്ചത്. ചിറയൻകീഴ് താമരക്കുളം മാതാ അമൃതാനന്ദമയി ആശ്രമം, കഴക്കൂട്ടം ചന്തവിള, പാച്ചല്ലൂർ കയർ സഹകരണ സംഘം ഹാൾ, പൂന്തറം ശ്രീ ശാസ്താക്ഷേത്രം ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായി 3000-ഓളം അമൃതശ്രീ അംഗങ്ങൾക്കാണ് സാരി വിതരണം ചെയ്തത്. മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരിയും മഠത്തിലെ ബ്രഹ്മചാരിണിമാരും വസ്ത്രവിതരണത്തിന് നേതൃത്വം നൽകി. ഇങ്ങനെ ഒരു അമ്മക്ക് ഈ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല അമ്മ. ഇനി ഉണ്ടാവുകയും വേണ്ട. എൻ്റെ അമ്മയെ ഞാൻ ഉയരോട് അമ്മച്ചിയുടെ അരിയെ വന്ന് ഞാൻ അനുഗ്രഹം വായിച്ച മോളാണ് ഞാൻ. കേട്ടമ്മ, എല്ലാവർക്കും എല്ലാം വന്നവർക്കൊക്കെ ആശീർവാദവും അനുഗ്രഹവും കൊടുത്ത് രക്ഷിക്കണേ അമ്മച്ചി. അമ്മച്ചി രക്ഷിക്കണം അമ്മ. എന്നെ നമുക്കറിയാം, എനിക്ക് അനുഭവം കിട്ടിയോണ്ട് ഞാൻ പറയണമ്മ. ഞങ്ങൾക്ക് അമ്മയെ കൊണ്ടുവെക്കണ സഹായമൊക്കെ ഞങ്ങൾക്ക് തരുകയും സഹകരിക്കുകയൊക്കെ ചെയ്യാണ്. ആശുപത്രി കേസിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചെയ്യും. പിന്നെ ഡ്രസ്സ്, പിന്നെ വർഷത്തിലൊരു 1500 രൂപ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 10 വർഷമായിട്ട് മുടങ്ങാതെ അമ്മ നമുക്ക് പിന്നെ സാമ്പത്തിക സഹായം തരുന്നുണ്ട്, ഭക്ഷ്യക്കിറ്റ് തരുന്നുണ്ട്, പിന്നെ വസ്ത്രദാനം തരുന്നുണ്ട്, പിന്നെ ആരോഗ്യപരമായിട്ടുള്ള പിന്നെ ഹോസ്പിറ്റൽ സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ഇതെല്ലാം തരുന്നത് കൂടാതെ അമ്മയിൽ നിന്ന് നമുക്ക് ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല മനഃശാന്തിയും, അതാണ് മെയിനായിട്ടുള്ളത്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ അമൃതശ്രീയിൽ 15000-ഓളം സംഘങ്ങളും 2.5 ലക്ഷത്തിലധികം അംഗങ്ങളുമുണ്ട്. എല്ലാ സംഘങ്ങൾക്കും പ്രവർത്തന മൂലധനവും വസ്ത്രവും മഠം നൽകി വരുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 2ാം തോൽവി. കൊച്ചിയിൽ നടന്ന സീസണിലെ ആദ്യ ഹോം മത്സരത്തിൽ മുംബൈ സിറ്റി FC മറുപടിയില്ലാത്ത 1 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചത്. 47-ാം മിനിറ്റിൽ ഇന്ത്യൻ താരം ലാലിയൻ സുവാല ചാങ്തെയാണ് മുംബൈയുടെ വിജയ ഗോൾ നേടിയത്. 2ാം തോൽവിയുടെ പോയിന്റ് പട്ടികയിൽ 12ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 28-ന് ഇന്റർ കാശിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം.
T20 ലോകകപ്പിലെ സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി. 76 റൺസിനായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ജയം. ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 188 റൺസ് പിന്തുടർന്ന ഇന്ത്യ 18.5 ഓവറിൽ 111 റൺസിന് പുറത്തായി. 42 റൺസ് നേടിയ ശിവം ദുബൈ ഒഴികെ ആർക്കും ഭേദപ്പെട്ട സ്കോർ നേടാനായില്ല. 4 വിക്കറ്റ് നേടിയ മാക്രോ ജാൻസനും 3 വിക്കറ്റ് നേടിയ കേശവ് മഹാരാജും 2 വിക്കറ്റ് നേടിയ കോർബിൻ ബോഷുമാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തകർത്തത്. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസ് നേടി. തുടക്കത്തിൽ തകർച്ച നേരിട്ട ദക്ഷിണാഫ്രിക്ക അർദ്ധ സെഞ്ചുറി നേടിയ ഡേവിഡ് മില്ലറുടെ ബാറ്റിംഗ് മികവിലായിരുന്നു മികച്ച സ്കോർ നേടിയത്. ഇന്ത്യയ്ക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ 3 വിക്കറ്റ് നേടി. സിംബാബ്വെക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.